ഈ യോഗത്തിൽ വളരെ ദീർഘമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. കാരണം ശ്രീ ശശി തരൂരിൻ്റെ ഒരു സെഷൻ, അത് ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സെഷനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ പല ആളുകൾക്കും വലിയ വിഷമമാണ്. നമ്മളൊരു സാധാരണ മനുഷ്യർക്ക്, കാരണം നമ്മളൊക്കെ മിക്കവാറും പേര് കേരളത്തിലെ ഒരാളുകളുടെ പൊക്കമെന്ന് പറയുന്നത് 5 അടി 6 ഇഞ്ച്, അപൂർവമായിട്ട് 8 ഇഞ്ച് വരെ പോകും. അതിന് മുകളിലോട്ട് അധികം പേരെ കാണാറില്ല. നല്ല ഉയരമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ശശി തരൂരും ആ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉയരം കൂടിപ്പോയി. സാധാരണ ഒരു സാധാ പൊക്കം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ പൊക്കമുണ്ടേന്. അതൊരു പ്രശ്നമാണ്. അദ്ദേഹം എഴുത്തുകാരനെന്ന് വിശേഷിപ്പിച്ചാൽ പോരാ. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം വളരെ വിശദമായിട്ട് എഴുതിയിട്ട് 200 years ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ പുസ്തകം അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ ചെന്നിട്ടാണ്. ഇംഗ്ലണ്ടിലെ വലിയൊരു സമ്മേളനത്തിലാണ് അവതരിപ്പിക്കുന്നത്. അത് പിന്നീട് രണ്ടാമതിരുന്ന് ആ പ്രസംഗത്തിൻ്റെ വിശദീകരണം എഴുതിയതാണ് ആ പുസ്തകമായിട്ട് പുറത്തു വന്നത്. ശരിക്കും ഇംഗ്ലീഷുകാരോടാണ് അദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചത്. ഇന്ത്യ എന്ന് പറയുന്ന വളരെ സമൃദ്ധമായ ഒരു രാജ്യത്ത് വന്നിട്ട് വളരെ ദരിദ്രമായ രാജ്യത്തെ പിന്നിലാക്കിപ്പോയ ഇംഗ്ലീഷുകാരോടാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ അതേസമയം നമ്മുടെ വലിയൊരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം നൊബേൽ പ്രൈസൊക്കെ വാങ്ങിയ എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ത്യ ആൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. അതിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഇന്ത്യയെ കൃത്യമായിട്ട് പഠിച്ച് ജവഹർലാൽ നെഹ്റുവും മറ്റും നടത്തിയ അന്വേഷണങ്ങൾക്കും അപ്പുറത്തേക്ക് പോയിട്ടുള്ള ശരിക്കുമുള്ള അന്വേഷണങ്ങളുടെ ഫലമാണ് ഈ പുസ്തകങ്ങൾ. ഒന്നല്ല, നിരവധി പുസ്തകങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കിനി നമ്മൾ വിചാരിച്ചാലൊന്നും അദ്ദേഹത്തിൻ്റെ പൊക്കം കുറയ്ക്കാൻ പറ്റത്തില്ല. പണ്ട് ഗാൽബ്രൈറ്റ് എന്ന് പറഞ്ഞ ഇന്ത്യയിലൊരു അമേരിക്കൻ അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്നിടത്തെല്ലാം കട്ടിലുണ്ടാക്കേണ്ടി വന്നു എല്ലാ ഹോട്ടലിലും. കാരണം അദ്ദേഹത്തിന് 6 അടി കൂടുതൽ പൊക്കം ഉണ്ടായിരുന്നു, ഇന്ത്യൻ അംബാസഡർ. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. ഈ കട്ട് യുവർ ലെഗ്സ് അക്കോർഡിംഗ് ടു ദി കോട്ട് എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അങ്ങനെ ഒക്കാത്തത് കൊണ്ട് പല സ്ഥലത്തും പോകാൻ സാധിക്കില്ല, പല സ്ഥലത്തും നിൽക്കാൻ സാധിക്കില്ല, കിടക്കാൻ സാധിക്കില്ല. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഒരു ശരാശരിക്കാരെ കൊണ്ടുള്ള സംഗതികൾ മതി എന്നാണ് നമ്മൾ സ്വയം പറയുന്നത്. മലയാളി ഒരിക്കലും, മലയാളിയുടെ ശരിയായ സ്വഭാവം എന്ന് പറയുന്നത് വെട്ടി നിരത്തലാണ്. അത് നമ്മുടെ ജീനിലുള്ളതാണ്. അതിനല്പം പൊങ്ങിക്കണ്ടു കഴിഞ്ഞാൽ വെട്ടി നിരത്തും. ഒരു നിരപ്പാക്കിയെങ്കിലേ ഒരു സമാധാനം വരെയുള്ളൂ. അതൊരു വളരെ കൃത്യമാണ് ഏത് രംഗത്തും. ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ പറ്റി ഞാൻ പറയുന്നത്, വേറെ ഒരാളിനെ പറ്റിയോ വേറൊരാൾ കൂട്ടത്തെ പറ്റിയോ അല്ല പറയുന്നത്. ഞാനും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ അതിൻ്റെ കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മലയാളി ഇങ്ങനെ ആയത് എന്ന്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഹൗ ഡു യു സർവൈവ് ഇൻ കേരള എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, മലയാളികളല്ലാത്തവർ. അപ്പോൾ ഇതിന് ഒരു ഉത്തരം, മലയാളി ആകാശം കാണാതെ ജീവിക്കുന്ന ഒരു ജനതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആകാശമേ കാണുന്നില്ല. നല്ല പൊട്ടോ പൊടിയൊക്കെയാണ് അവിടെ നമ്മുടെ ഈ ഇതിന് ഇടയിൽ കൂടെ കാണുന്നത്. അത് കാണണമെങ്കിൽ നമുക്ക് തക്കല കഴിയണം. തക്കല കഴിഞ്ഞ് തെക്കൻ തിരുവിതാംകൂറിലേക്ക് പ്രവേശിക്കുമ്പോൾ, കന്യാകുമാരി ജില്ലയിലോട്ട് പ്രവേശിക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വലിയ ആകാശം തെളിയും. ഇത് നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ സങ്കുചിതത്വം വരുന്നത് എല്ലാ മിടുക്കുകളും കൊണ്ടുണ്ടായിട്ട് പോലും ഈ സങ്കുചിതമായ ഒരു സമീപനം നമുക്ക് വരുന്നത് ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഭൂമിശാസ്ത്രപരമായിട്ടും ഒക്കെയുള്ള നമ്മുടെ എല്ലാ രീതിയിലും മലയാളി ഒരു ആവറേജായിട്ടുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു ആവറേജായി മാത്രം പോകുന്ന ഒരു പ്രവർത്തനത്തെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു സ്കാൻഡൽ ഉണ്ടാവും. അത് നമുക്കത് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ഡോക്ടർ തരൂരിനെ
എനിക്ക് അദ്ദേഹത്തെ ഒരു 10-50 കൊല്ലമായിട്ട് അറിയാം. അദ്ദേഹം ന്യൂയോർക്കിൽ എൻ്റെ സിനിമകളുടെ ഒരു റെട്രോസ്പെക്റ്റീവ് ലിങ്കൺ സെൻറ്ററിൽ നടക്കുമ്പോൾ അദ്ദേഹം ഈ വേഷം പോലും അല്ല, ഒരു ജുബായും പിന്നെ ഒരു സ്ലിപ്പേഴ്സൊക്കെ ഇട്ട് അത് അവിടെ അതിൽ ഒരു ചെറിയൊരു സ്വീകരണം പോലെ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ കറക്റ്റ് മലയാളിയായിട്ടാണ് അദ്ദേഹം അന്ന്. അദ്ദേഹം അണ്ടർ സെക്രട്ടറി ജനറലാണ് ഈ UN. അപ്പോൾ അത് വേറെ എനിക്കതിന് ഒരു സന്ദേശം ഉണ്ടായിരുന്നു എനിക്ക് അദ്ദേഹം നിന്ന് കിട്ടിയത്. അദ്ദേഹം മനസ്സിൻ്റെ ഏറ്റവും ഉള്ളിൽ അദ്ദേഹം ഒരു മലയാളിയാണ്, മലയാളത്തെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു വളരെ 2 കൈയും നീട്ടി നമ്മൾ മലയാളി അദ്ദേഹത്തെ സ്വീകരിക്കണം.